പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലൊരു കലാരൂപം ഏതാണെന്നറിയാമോ? കൂടിയാട്ടമാണ്. ഏതാണ്? കൂടിയാട്ടമാണ്. അതുപോലെ തന്നെ കുത്തിയോട്ടത്തിന് ഏറ്റവും പേരുകേട്ട സ്ഥലം ഏതാണ്? ചെട്ടികുളങ്ങരയാണ്. ഏതാണ്? ചെട്ടികുളങ്ങരയാണ്. യക്ഷഗാനത്തിന് ഏറ്റവും പേരുകേട്ട സ്ഥലം ഏതാണ്? കാസർഗോഡാണ്. ഏതാണ്? കാസർഗോഡാണ്. പടയണിക്ക് ഏറ്റവും പേരുകേട്ട സ്ഥലം ഏതാണ്? പടയണി പത്തനംതിട്ടയാണ്. വേലകളിക്ക് കേരളത്തിൽ ഏറ്റവും പേരുകേട്ട സ്ഥലം ഏതാണ്? അമ്പലപ്പുഴയാണ്. ഏതാണ്? അമ്പലപ്പുഴയാണ്. പുലികളിക്ക് കേരളത്തിൽ ഏറ്റവും പേരിട്ട സ്ഥലം ഏതാണ്? പുലികളിക്ക് കേരളത്തിലെ ഏറ്റവും പേരിട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതാണ്? തൃശ്ശൂരാണ്. ഏതാണ്? തൃശ്ശൂരാണ്. കളരിപ്പയറ്റിന് കേരളത്തിലെ ഏറ്റവും പേരുകേട്ട സ്ഥലം ഏതാണ്? കോഴിക്കോടാണ്. ഏതാണ്? കോഴിക്കോടാണ്. അതുപോലെ തന്നെ കോഴിക്കോടാണ് കളരിപ്പയറ്റിന് ഏറ്റവും പേരുകേട്ട സ്ഥലം. അതുപോലെ കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ഏതാണ്? മോഹിനിയാട്ടം. അതുപോലെ മോഹിനിയാട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം ഉദയം ചെയ്തത് എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നുമാണ്. അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണെന്ത്? മോഹിനിയാട്ടം. അതുപോലെ തന്നെ കേരളത്തിൽ തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ച തിരുവിതാംകൂർ മഹാരാജാവാരാണ്? സേതു ലക്ഷ്മി ഫായി ആണ്. ആരാണ്? സേതു ലക്ഷ്മി ഫായി ആണ്. അതുപോലെ തന്നെ കഥകളിയുടെ ജന്മദേശം ഏതാണ്? കൊട്ടാരക്കരയാണ്. കഥകളിക്ക് കേരളത്തിൽ ഏറ്റവും പേരിട്ട സ്ഥലം കൊട്ടാരക്കരയാണ്. ഓട്ടൻതുള്ളലിന് കേരളത്തിലെ ഏറ്റവും പേരുകേട്ട സ്ഥലം ഏതാണ്? അമ്പലപ്പുഴയാണ്. ഏതാണ്? അമ്പലപ്പുഴയാണ്. അത് കൃഷ്ണാട്ടത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകേട്ട സ്ഥലം ഏതാണ്? ഗുരുവായൂരാണ്. ഏതാണ്? ഗുരുവായൂരാണ്. തെയ്യത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകേട്ട സ്ഥലം ഏതാണ്? കണ്ണൂരാണ്. കണ്ണൂർ അറിയപ്പെടുന്നത് തന്നെ തെയ്യത്തിൻ്റെ നാട് എന്നാണ്.